പഞ്ചമസ്കന്ധം പൂർണ്ണമായി. ഇനി ഷഷ്ഠസ്കന്ധം ആരംഭിക്കുകയാണ്. അപ്പോഴാണ് ശ്യാമളമോക്ഷം. പഞ്ചമസ്കന്ധത്തിലെ ഒടുവിലത്തെ ഭാഗം നമ്മൾ കേട്ടുല്ലോ. ഭൂഗോള വർണ്ണന, ജ്യോതിർഗോള വർണ്ണന. ഭൂഗോളം ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്. നമ്മുടെ മനസ്സാകുന്ന താമര കൂമ്പി നിന്നാലും വിടർന്നു നിന്നാലും ഒരുപോലെയാണ്. ഭാഗവതത്തെ കൃഷ്ണാവതാരത്തിൽ പറയും, ഹൃദാ ജലരുഹശ്രിയ. തടാകങ്ങളായ തടാകങ്ങളിൽ മുഴുവൻ താമരപ്പൂവ്. കേരളത്തിൽ പോയവർക്കറിയാം, തിരുനാവായ എത്രയാ തടാകങ്ങളിൽ താമരപ്പൂവ് ഒരു കയ്യും കണക്കില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ആമ്പൽപ്പൂവുണ്ടാവും. താമര ഇത്ര ഒരുമിച്ച് കാണണമെങ്കിൽ തിരുനാവായ പോണം. എന്തായാലും ഹൃദാ ജലരുഹശ്രിയ എന്ന ഭാഗവതത്തിൽ പറഞ്ഞത് അവിടെ കാണാം. എല്ലാവരും തൊഴുതുകൂപ്പി നിൽക്കുക. ചില സമയത്ത് വിരിഞ്ഞാലോ ഹൃദാ ജലരുഹശ്രിയ, ഹൃദാ ജലരുഹശ്രിയ. ഏത് ചളിക്കുണ്ടിലായാലെന്താ, ഭഗവാന്റെ അടുത്തേക്ക് പോവാറാവണം, ഭഗവാന്റെ അടുത്തേക്ക് പോവാറാവണം, ഭഗവാന്റെ അടുത്തേക്ക് പോവാറാവണം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയെ. എന്താ താമരപ്പൂവിനുള്ള പേര്? പങ്കജം. പങ്കം എന്ന് പറഞ്ഞാൽ ചളി. ചളിക്കുണ്ടിൽ ആണ്ട് കിടക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് പോവാൻ, പൊങ്ങി വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ. ആരെങ്കിലും ഒന്ന് ഞങ്ങളെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്ത് ചാർത്തുവോ? ദാ പോണവരോട് പറയാ, ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പറിച്ചെടുത്ത് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന് ചാർത്തുവോ? ഓരോ ഹൃദയങ്ങളും അല്ലെങ്കിൽ ഓരോ താമര മുട്ടുകളും പ്രാർത്ഥിക്കണത് അത് മാത്രമാണ്. എന്നെയൊന്ന് ഭഗവാന്റെ അടുത്ത് എത്തിക്കണേ, എന്നെയൊന്ന് ഭഗവാന്റെ അടുത്ത് എത്തിക്കണേ. ഭാഗവതം അത് പ്രത്യേകം പറയണു. സ്വന്തമായിട്ട് പോകാൻ കഴിവില്ലാത്തവരെ ആരെങ്കിലും ഒന്ന് പറിച്ചെടുത്ത് നടക്ക വെക്കുകയാണ്. തിരുനാവായ ചാർത്തണു, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചാർത്തണു, അമ്പലത്തിലെ സോപാനത്തുമ കൊണ്ടുവന്ന് വെക്കണു, ഭഗവാന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണു. ഈ താമരമുട്ടുകളൊക്കെ ഇതിലധികം എന്താ ഇനിയൊന്നൊരു നേട്ടം? ഇതുപോലെ നമ്മൾ നമ്മുടെ ഗൃഹസ്ഥാശ്രമമാകുന്ന ചളിക്കുണ്ടിൽ, ആദ്യം പറഞ്ഞ കൊടുങ്കാട്ടിൽ, പൊട്ടക്കിണറിൽ, ഇനി ഇത്തിരി ചളി ഉണ്ടെങ്കിൽ അതിലൊക്കെ നിൽക്കുക. നിസ്സഹായതയുടെ വേറെ ഉറച്ച് അത് പൊട്ടിച്ചെടുത്ത് പോകാൻ പറ്റില്ല. ആരെങ്കിലും ഗുരുവായൂർക്ക് പോണവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോകണേ, എൻ്റെ പ്രാർത്ഥനയൊന്ന് കേൾക്കണേ, എൻ്റെ വഴിപാടൊന്ന് ഭണ്ഡാരത്തിന് കൊണ്ടുവന്ന് ഇടണേ. പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി ഭാഗവതം പറയണു, ഹൃദാ ജലരുഹശ്രിയ. വിരിഞ്ഞോളൂ താമരകളെ, നിങ്ങളുടെ കുപ്പുകൈ ഭഗവാൻ കണ്ടു, നിങ്ങളേതാ ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ പോണു. നാളെ രാവിലെ നമുക്കറിയാലോ ഗജേന്ദ്രമോക്ഷം. ചളിയിലുള്ള താമരപ്പൂക്കൾക്ക് എന്തായിരുന്നു ജോലി? അവിടെ വെറുതെ നിന്നതല്ലേ. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ആനക്കൂട്ടങ്ങൾ ഇറങ്ങി വന്ന ഒരാന മാത്രം അവിടെ നിന്നു. ആലോചിച്ച് നോക്കൂ, എല്ലാ ആനകളും കൂടിയിരുന്നെങ്കിൽ താമര ഉണ്ടാവില്ല, മുട്ടുണ്ടാവില്ല, ഒക്കെ ചവിട്ടി കൂട്ടിയേനെ. മറ്റെല്ലാ ആനകളും ഓടി, ഒരാന മാത്രം അവിടെ നിന്നപ്പോൾ ചളിയിലുള്ള ഓരോ താമരയും, ഞാനും ഉണ്ടോ ഇവിടെ, ഞാനുണ്ട്, നീയുണ്ടോ, ഞാനുണ്ട്. ആരാപ്പോൾ നമ്മളെ ഞങ്ങൾ ചാർത്തത്? ആന നിൽക്കണു. ആന ഭഗവാനെ സ്തോത്രം ചെയ്ത് ഓരോ താമരയും പറിച്ച് ഭഗവാന് ചാർത്തിയ അത് അവിടെ വീഴില്ല, കാണാണ്ടാവും. വൈകുണ്ഠനാഥൻ്റെ തൃപ്പാദത്തിലാണ് ചെന്ന് വീഴുന്നത്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. ഇങ്ങനെ വിടരാൻ വെമ്പിലിക്കുന്ന താമരപ്പൂക്കളെ കാട്ടിലെ ഒരു ജന്തു തൻ്റെ കൈ കൊണ്ട് പറിച്ച് ഭഗവാന്റെ പാദത്തിലെത്തിച്ചു. അയാൾക്ക് വേണ്ടിയാണ് ഭഗവാനെ സ്തുതിച്ചത്. പക്ഷെ താമരകൾക്കോ, ആന ഞങ്ങളെ ഭഗവാന്റെ പാദത്തിലെത്തിച്ചു. അപ്പോൾ ഭഗവാനോടാണോ നന്ദി പറയണത്? അതോ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ച ആനയോടാണോ നന്ദി പറയേണ്ടത്? താമരപ്പൂക്കൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കൂ.
ഈ ചളിയിൽ ആണ്ട് കിടന്നിരുന്ന നമ്മളെ എത്ര 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 സജ്ജനങ്ങൾ, പട്ടേരിപ്പാട്, പൂന്താനം, കൂടല്ലൂർ നമ്പൂരിപ്പാട് തുടങ്ങിയ മഹാത്മാക്കൾ നമ്മളറിയാതെ പറിച്ചെടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചു.